ഷാജി മാരാട്ട്, നിഖിൽ കെ മേനോൻ റൈറ്റ് ചെയ്ത്, ഇവർ രണ്ടുപേരും കൂടി റൈറ്റ് ചെയ്ത് എം. പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത ഉയർ എന്ന് പറയുന്ന മൂവിയിലെ വിശേഷങ്ങളാണ് സിനിമ അഡിക്റ്റഡ് അബദ്ധത്തിലേക്ക് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ സീനിൽ നിന്ന് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഇറങ്ങി വന്ന ഒരു അവസ്ഥ തന്നെ ഒരു കുറെ നാൾക്ക് ശേഷം ഒരു സിനിമ ഇതാണ്. എനിക്ക് അവസാനം ഞാൻ പറഞ്ഞ ഒരു സിനിമ കണ്ട് കരഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ മണിയുടെ കഥ സിനിമയായിട്ടുള്ള ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനൊരു ഇവരുടെ ഫാനായ കൊണ്ടാണെന്ന് അറിയാമല്ലോ, അത്ര ഇതായിട്ട് ഞാൻ കരഞ്ഞു കറങ്ങി ഏങ്ങലടിച്ച് കയറിയത് ആ ഒരു അവസ്ഥ വരെ എത്തിച്ചിട്ടുള്ള ആ ഒരു സിനിമ കണ്ട് നമുക്കൊരു ആ ഒരു അവസ്ഥ തോന്നുക, അല്ലെങ്കിൽ അത്ര ഇമോഷണൽ സീനിലേക്ക് മാറുക, അങ്ങനെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കൊരു അനുഭവം ഉണ്ടായത് ആ ഒരു സിനിമയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും കണ്ണു നിറച്ച് അല്ലെങ്കിൽ ശരിക്കും ഒരു ഇമോഷനായിട്ട് വന്ന ഒരു രീതിയിൽ ഒരു പടം അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് എനിക്ക് വന്നിട്ടുള്ള ഇത് ഈ പടം കണ്ടിട്ടാണ് വീട് എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ ഞാൻ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതൊരു മേക്കിംഗ് അത് ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണാറുള്ളത്. കൂടുതൽ സിനിമയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയി പോകുമ്പോഴാണ് ചിലപ്പോൾ എനിക്ക് ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ ഒരു കരയാനും ഒക്കെ ഉള്ള ഒരു ഇത് വന്നത്. പക്ഷെ അത് അങ്ങനെ എല്ലാ സിനിമയും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇമോഷൻ സീക്വൻസ് ഒക്കെ ആടിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമയും കാണാറുള്ളതാണ്. പക്ഷെ എന്നാലും ഈ ഒരു സിനിമ എനിക്ക് അത്ര ഇതായിട്ട് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയുടെ മേക്കിങ്ങിന്റെയും ഡയറക്ഷന്റെയും ആ സീക്വൻസ് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ വരുന്ന BGMന്റെ എല്ലാത്തിന്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് നല്ല ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ശരിക്കും അത് ഒട്ടുമിക്കവരും കണ്ണെന്ന് അറിയാൻ മേല. എന്റെ ഗേൾസിനൊക്കെ പറയേണ്ട കാര്യമില്ല, ശരിക്കും കണ്ണു എങ്ങനെച്ച് കരഞ്ഞു പോണ രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് സീനിലായിട്ടാണ് പടം കൊണ്ടുപോയി നിർത്തുന്നത്. നോർമൽ ഒരു കേസ് അന്വേഷണവും ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു പടം, എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഇമോഷൻ, ഒരു അറ്റാച്ച്മെന്റ് ആ സിനിമയിലൊക്കെ തോന്നും. ആ ഒരു വൈബിലാണ് പടം തന്നെ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് റോഷന്റെ പിന്നെ അദ്ദേഹത്തിന് യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ഭ്രാന്താണ്. അഭിനയിച്ച് ഒരു കാറ്റ് കയറി കഴിഞ്ഞാൽ എന്തോ ഒരു ബാധ കയറുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസ്. അല്ലെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആക്കി എന്നിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി നമ്മളത് ആ ഒരു സിറ്റുവേഷനിലെ റോഷൻ മാത്യു അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നല്ല രീതി, അല്ലെങ്കിൽ അത് ശരിക്കും പറയാൻ നമുക്കത് ഫീൽ ചെയ്യും ഉള്ളിൽ നിന്ന്. നമ്മളാണ് ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് രീതി പ്രതികരിച്ചേ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി. അങ്ങനെ വെച്ചപ്പോൾ പടം കിടുവാണ്. അത് മൊത്തത്തിൽ അഭിനയിച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ റോഷന്റെ പെർഫോമൻസ് അച്ചൂടെ ബെറ്റർ, നല്ല രീതി എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല കൊള്ളാല കിടിലാണെന്നുള്ള ഒരു തോട്ട് അത് നമുക്ക് തോന്നിച്ച. പിന്നെ ബാക്കിയുള്ളവരും മോശമെന്നല്ല പറയണത്. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുമ്പോ അതില് ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, അതിനെക്കാട്ട് ഇത് രണ്ടും കഴിഞ്ഞിട്ട് അടുത്ത പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്റെ മണികണ്ഠൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കമ്പോസ് ചെയ്യുന്നത്. മ്യൂസിക് കിട്ടില്ല, ഒരു രക്ഷയില്ല. അത് ആ BGM, ആ ഒരു നമ്മളെ ഇമോഷൻ സീക്വൻസ് തന്നെ BGM ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് ആ BGM കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ആ BGM ഇല്ലെങ്കിൽ അത്ര നമുക്കൊരു ഫീല് വരത്തില്ല പടത്തിൽ. പിന്നെ കിടിലൻ സ്ക്രിപ്റ്റ് ആണ്. ഇത് നോർമലി ഒരു കേസ് അന്വേഷണം പോലെ എൻഡ് ആകും എന്നുള്ള ഞാൻ പ്രതീക്ഷ കയറിയ പടമാണ്. പക്ഷെ അത് അങ്ങനെ ഇന്റർവെല്ല് കൊണ്ട് നിർത്തി. ഇന്റർവെല്ല് വരെ ഒരു കേസ് അന്വേഷണത്തിന്റെ എൻഡ് നമ്മൾ ആ പടം തീർന്നു തന്നെ വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോ പിന്നീട് സെക്കൻഡ് ഹാഫ് തൊട്ട് അങ്ങോട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പില് ഒരു കഥ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു കഥ അവതരണ രീതിയാണ് ഇവര് ഇതിൻ്റെ അകത്ത് കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത്തിരി വ്യത്യസ്തത കൊണ്ടുവരുന്ന രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ എന്നാലും ഇതിലായിട്ട് തന്നെ വയ്ക്കുന്നത്. പിന്നെ അവര് ഇതിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്ത് കണ്ടന്റിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവര് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോഴും നമ്മുടെ രാജ്യത്ത് മുംബൈയിലും അല്ലെങ്കിൽ നമ്മളിപ്പോ അറിയാം ഒട്ടനവധി നമ്മുടെ സ്റ്റേറ്റിലെ കാര്യമല്ല, മുംബൈയിലും അങ്ങനെയുള്ള ഏരിയയിൽ കൂടുതലും ഇതുപോലെ പിള്ളേരെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെ ഭിക്ഷാടാനാണ്, അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകൊച്ചാണെങ്കിൽ ആ കുഞ്ഞിനെ പിന്നെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി അങ്ങനെ ഇപ്പോഴും ഒരു മാഫിയ എന്ന തലത്തിൽ ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും
നമുക്ക് പൂർണ്ണമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേലെ എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോടോ ചോദിക്കുന്ന രീതിയിൽ സിനിമയിൽ ഒരു ഗ്യാപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്റ്റേറ്റിന് ഗവൺമെന്റിനോട് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ആ ചോദ്യം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നില്ല? അപ്പൊ ആ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ രാഷ്ട്രീയക്കാരുണ്ടാവും, അത് തന്നെ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പിടിപാടും ഉള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും പിള്ളേരെ കടത്തിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ അറിവിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങളാണ്. ഇവര് വേറെ എന്തൊക്കെ തലത്തിലാണ് ഈ മനുഷ്യക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കണം നമുക്ക് അറിയുന്നൂടാ. നമുക്ക് അത് നമ്മുടെ അറിവിൽപ്പെട്ട കാര്യങ്ങളല്ല. അറിയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അറിയാൻ മേലാണ്ട് എന്തൊക്കെ ചെയ്യണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് അധികാരത്തിൽ നിൽക്കുന്നവർക്ക് കൺട്രോൾ ചെയ്തുകൂടാ? അധികാരം പണം പവറും ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ മാഫിയക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നും എടുത്ത് ചൂണ്ടിക്കാണിക്ക് നല്ല രീതിയിൽ കാണിച്ചു തന്ന ഒരു മൂവിയും കൂടിയാണ് അത്. ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ് ആ സീക്വൻസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തുറന്നടിച്ച് പറഞ്ഞ് തരുന്ന ഒരു മൂവിയാണിത്. എല്ലാവർക്കും പോയി കണ്ടു നോക്കുക. രക്ഷയില്ലാത്ത മൂവി, ഭയങ്കരമായിട്ട് വർക്കായി. ഇതിലെ മൂവി തന്നെയാണ്.